ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നവീൻ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലായ ബ്രേക്ക് ആൻഡ് റൈഡിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ കേദാർനാഥ് യാത്രയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയി, ഡൽഹിയിൽ നിന്ന് ഹരിദ്വാർ ട്രെയിൻ യാത്ര ചെയ്തു. അന്ന് രാത്രി നമ്മൾ ഹരിദ്വാർ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ബൈക്ക് റെൻറ്റിന് എടുത്തിട്ട് സോനപ്രയാഗിൽ പോയി സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ നേരെ ഗൗരികുണ്ടിലേക്ക് പോയി ബൈക്ക് പാർക്ക് ചെയ്ത് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്രക്കിംഗ് കഴിഞ്ഞ് കേദാർനാഥ് എത്തുന്ന വരെയുള്ള വീഡിയോസ് കാണുന്നതായിരിക്കും കേട്ടോ. ഈ ടാറ്റ കൊടുത്ത് പോകുന്ന വിഷ്വൽസൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. കാരണം ഇനി അങ്ങോട്ടുള്ള വഴികൾ എങ്ങനെയാണെന്നുള്ള കാര്യം ഒരാൾക്കും അറിയില്ല. കയറി വന്നപ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായത്. ഇനി അങ്ങോട്ടുള്ള ഒരു 18 കിലോമീറ്റർ ട്രക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രത്തോളം കഠിനമാവുന്നുള്ളത്. കാരണം ഇങ്ങനെ ട്രക്ക് ചെയ്ത് കയറുന്നത് ശബരിമലയ്ക്ക് പോകുമ്പോഴായിരുന്നു. അത് 4 കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നിരപ്പായ വഴികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കുത്തനെയുള്ള കയറ്റങ്ങളായിരുന്നു കൂടുതൽ. 18 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഏകദേശം അവശരായി. പിന്നെ നമുക്ക് മല കയറാനായിട്ട് കുതിരസവാരി അവൈലബിൾ ആണ്, ഡോളി സൗകര്യമുണ്ട്. അതിനൊക്കെ ചാർജ് വരുന്നത് കുതിരയ്ക്ക് പെർ പേഴ്സൺ താഴേന്ന് വിളിക്കുകയാണെങ്കിൽ തന്നെ 3000 രൂപ ചാർജ് ചെയ്യും. 3000-3500 അന്ന് റേറ്റ് ആയിരുന്നത്. പിന്നെ നമ്മൾ പകുതിയൊക്കെ കടന്നു കഴിഞ്ഞാലും കുതിര അവൈലബിൾ ആണ്, അപ്പോൾ ചാർജും കുറയും. ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞാലും അവിടെ കുതിരയായിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ പൈസ കുറഞ്ഞ് ഒന്ന് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 1000-1500 രൂപയ്ക്കൊക്കെ അവർ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തിക്കും. 3 കിലോമീറ്റർ കഴിഞ്ഞു. 3 കിലോമീറ്റർ ഇവിടെ നോക്കിയാൽ നമുക്ക് മല കാണാം. മഞ്ഞുമല ചരിച്ചിട്ടുണ്ട് നന്നായിട്ട്. ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പോകുന്നത്. പിന്നെ ഈ കേദാർനാഥ് യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേദാർനാഥ് ഉത്തരാഖണ്ഡിലെ ഹിമാലയത്തിൽ മന്ദാകിനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന 12 ജ്യോതിർലിംഗങ്ങളൊന്നായ പ്രധാനപ്പെട്ട ശിവക്ഷേത്രമാണ്. ഏപ്രിൽ അവസാനം മുതൽ നവംബർ വരെയാണ് അവിടെ നട തുറക്കാറുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് മഞ്ഞായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ക്ഷേത്രം മഞ്ഞിൽ മൂടും. പിന്നെ അടുത്ത ഏപ്രിലാണ് നട തുറക്കുകയുള്ളൂ. അപ്പോൾ അതുവരെ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ഉത്തരാഖണ്ഡിലുള്ള ഉഖിമഠ് എന്ന സ്ഥലത്തേക്ക് മാറ്റും. ഇവിടെ ഭഗവാൻ ശിവൻ്റെ പ്രതിഷ്ഠ ഭൈരവ രൂപത്തിലാണ്. പിന്നെ നമ്മുടെ ശ്രീ ശങ്കരാചാര്യരാണ് അത് പുനർനിർമ്മിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നത്. അതുകൂടാതെ നമ്മുടെ മഹാഭാരതത്തിലെ പാണ്ഡവരായിട്ട് ബന്ധമുള്ള ഒരു പുണ്യസ്ഥലമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഞങ്ങൾ ഈ ട്രിപ്പിൽ കേദാർനാഥ്, ബദ്രിനാഥ്, ഹരിദ്വാർ എന്നീ 3 സ്ഥലങ്ങൾ 9 ദിവസങ്ങളായിട്ട് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ നോർത്ത് സൈഡിലുള്ള ആളുകൾ ചാർധാം യാത്ര എന്ന രീതിയിലാണ് പോകുന്നത്. അത് ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രിനാഥ് എന്നിങ്ങനെയാണ് ചാർധാം യാത്ര അറിയപ്പെടുന്നത്. ഇത് കൂടാതെ പഞ്ചകേദാർ എന്നുള്ള സങ്കല്പം കൂടിയുണ്ട് ഇതിൽ. ഈ പഞ്ചകേദാർ ഹിമാലയത്തിലെ ഗർവാൾസ് പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ക്ഷേത്രങ്ങളും എല്ലാം ഉത്തരാഖണ്ഡിൽ തന്നെയാണ്. അത് അറിയപ്പെടുന്നത് ഒന്ന് കേദാർനാഥ്, പിന്നെ തുംഗനാഥ്, രുദ്രനാഥ്, മധ്യമഹേശ്വർ, കൽപേശ്വർ. ഇത് ശിവഭഗവാന്റെ 5 ശരീരഭാഗങ്ങൾ ഹിമാലയത്തിൻ്റെ 5 സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റേതായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തെന്നുള്ളൂ. പലർക്കും ഇതിനെക്കുറിച്ച് അറിയാം, പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരിച്ച് ഞങ്ങളുടെ പഴയ വില്ലയിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ ഓണറായ ഉത്തരാഖണ്ഡിലെ ഒരു ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്തെന്നാണ് ഈ കാര്യങ്ങളൊക്കെ. നമ്മൾ മലയാളികൾക്ക് ഇതിൽ എന്താ അഭിമാനിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മളുടെ ആരാധ്യനായ ശങ്കരാചാര്യർ, ശ്രീ ശങ്കരാചാര്യരാണ് ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചെന്ന് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും മലയാളികളൊക്കെ വലിയ കാര്യം കേട്ടോ. പിന്നെ ഈ യാത്രയിൽ ഞങ്ങൾ പറഞ്ഞല്ലോ ഒരു വർഷം മുമ്പേ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഞാനും സൂരജും അതുപോലെ നിതുവും, ഞങ്ങൾ 3 പേരുമാണ്, എൻ്റെ അനിയൻ നിതുവും കൂടിയാണ് പ്ലാൻ ചെയ്തത്.
അപ്പോൾ 3 പേരും ടിക്കറ്റും എല്ലാം റെഡിയാക്കി പോകേണ്ട സമയം വന്നപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരാഴ്ച മുമ്പാണ് സൈൻ ചേട്ടൻ, ഒരാഴ്ചയല്ല കേട്ടോ, 2-3 ദിവസം മുമ്പാണ് സൈൻ ചേട്ടൻ ജോയിൻ ചെയ്യുന്നത്. ആൾക്ക് ഈ യാത്രയെക്കുറിച്ച് അറിയായിരുന്നു, പക്ഷേ ആക്സിഡൻ്റലി ജോയിൻ ചെയ്തതാണ്. പിന്നെ ഞങ്ങൾ വീഡിയോ കാണുന്ന എല്ലായിടത്തും ഒരു അഭ്യർത്ഥനയാണ്, എന്തെങ്കിലും ചേഞ്ചസ് ഞങ്ങളുടെ വീഡിയോയിൽ വരാനുണ്ട്, ലാഗ് ഉണ്ട്, അതുപോലെ വോയിസ് ഓവറിൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് ഒന്ന് അറിയിക്കണം. വളരെ മനോഹരമായ ലാൻഡ്സ്കേപ്പാണ് കേദാർനാഥിൻ്റെ, നല്ല ഭംഗിയാണ്. എന്നിരുന്നാലും അപകട സാധ്യത കുറച്ച് കൂടുതലാണ്. ഏത് സമയം മണ്ണിടിച്ചിലും അതുപോലെ ഓപ്പോസിറ്റ് സൈഡിൽ കുതിര സവാരിക്കാരും ഡോളിയും പോകുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 6-7 കിലോമീറ്റർ പിന്നിട്ടു. അപ്പോൾ സൈൻ ചേട്ടനെയും സൂരജിനെയും കാണാനില്ല. ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തു, പിന്നെ ഞങ്ങളവിടെ നടന്ന് നീങ്ങി. പിന്നീട് ദൂരത്തേക്ക് നോക്കിയിട്ടും അവരെ കാണാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഇത് കുതിരപ്പുറത്ത് 2 ആൾക്കാർ കയറി പോകുന്നുണ്ട്. കണ്ടിട്ട് നല്ല പരിചയമുള്ള ആൾക്കാർ. വേറൊന്നുമല്ല, അവർ ഒരു 4 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം അടപടലം തകർന്നു പോയി. അപ്പോൾ അവർ കുതിരക്കാരനെ കൊണ്ട് സോപ്പിട്ട് ഏകദേശം ബാർഗനൊക്കെ ചെയ്തിട്ട് പകുതി റേറ്റിന് 2 പേരും കുതിരയിൽ പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾക്ക് സങ്കടമായത് ആ കുതിരയുടെ അവസ്ഥ കണ്ടിട്ടാ. കാരണം 2 പേരും 100 കിലോന് മേലെയുണ്ട്. പാവം. അതുപോലെ കേദാർനാഥിനൊരു കറുത്ത അധ്യായം കൂടിയുണ്ട്. 2013 ഉത്തരാഖണ്ഡിലുണ്ടായിരുന്ന ഒരു പ്രളയം, അതായത് കേദാർനാഥിലുണ്ടായിരുന്ന പ്രളയം ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു പ്രകൃതി ദുരന്തങ്ങളിലൊന്നാണ്. അത് നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂൺ 14 മുതൽ 17 വരെയുള്ള ദിവസങ്ങളിൽ ഉത്തരാഖണ്ഡിൽ ശക്തമായ ഒരു മഴ പെയ്തു. സാധാരണ ലഭിക്കുന്ന മഴയേക്കാളും ഒരു 440% കൂടുതൽ മഴയാണ് പെയ്തത്. അപ്പോൾ അവിടെ കേദാർനാഥ് ക്ഷേത്രത്തിന് മുകളിലുള്ള ചേരിബാരി ഗ്രേഷ്യസ് തടാകത്തിൽ, അതായത് ഗാന്ധി സരോവർ എന്നറിയപ്പെടുന്ന തടാകം തകർന്ന് ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം മന്ദാകിനി നദിയിലേക്ക് എത്തുകയും ഏകദേശം ഒരു 5700 to 6000 വരെ ആൾക്കാർ ഔദ്യോഗികമായിട്ട് മരിച്ചെന്നാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. പക്ഷേ അതിന് മേലെയാണെന്നാണ് പല റിപ്പോർട്ടിലും പറയുന്നത്. കേദാർനാഥിലേക്കുള്ള വഴിയായിരുന്ന ഒരു രാംബാര എന്ന ഗ്രാമം പൂർണ്ണമായി ഒലിച്ചുപോയി. അതുകൂടാതെ ആയിരക്കണക്കിന് വീടുകളും പാലങ്ങളും തകർന്നു. പക്ഷെ അത്ഭുതം എന്ന് പറഞ്ഞാൽ പ്രളയത്തിൽ കേദാർനാഥ് നഗരം മുഴുവൻ തകർന്നെങ്കിലും 8ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ പ്രധാന ക്ഷേത്രം സുരക്ഷിതമായിരുന്നു. അതിന് വലിയ കാരണം എന്ന് പറയുന്നത് വളരെ അത്ഭുതമാണ്. ക്ഷേത്രത്തിൻ്റെ പിന്നിലേക്ക് ഒഴുകി വന്നൊരു കൂറ്റൻ കല്ല് വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൻ്റെ 2 വശങ്ങളിലേക്കായി തിരിച്ചു കിട്ടും. ഇത് ക്ഷേത്രത്തിൻ്റെ വലിയ നാശത്തിൽ നിന്ന് രക്ഷിച്ചു. ഇപ്പോൾ ആ ശില അറിയപ്പെടുന്നത് ഭീംശില എന്നാണ്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോയിട്ട് അവിടെ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ട് അത് കാണിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ട്രക്കിങ് കുറേ ദൂരം പിന്നിട്ടു. സൈൻ ചേട്ടനും സൂരജും ഒരു 4 കിലോമീറ്റർ മുമ്പായിട്ട് ഇറങ്ങി. അമ്പലത്തിലെത്തുന്നതിനേക്കാളും 4 കിലോമീറ്റർ മുമ്പ് അവർ കുതിരപ്പുറത്തുനിന്ന് ചാടി ഇറങ്ങി. കാരണം ആദ്യമായിട്ട് കുതിരപ്പുറത്ത് കയറുന്നതിൻ്റെ ഒരു പരിചയക്കുറവുണ്ടായിരുന്നു. അതുകൂടാതെ കുതിര അവർ പറയുന്നത് കേൾക്കുന്നില്ലെന്നോ, കുതിര അവരെ കൊണ്ട് വേറെ ഏതോ മല കയറാൻ പോയെന്നൊക്കെ പറഞ്ഞു കേട്ടു. എനിവേ, എന്തായാലും അവർ ഒരു 4 കിലോമീറ്റർ മുമ്പായിട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ രാവിലെ 9 മണിക്ക് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്ത യാത്ര അവസാനം ഈവനിങ് 7:45 ഏകദേശം ഒരു 10 മണിക്കൂർ ട്രക്കിങ്ങിന് ശേഷം ഞങ്ങൾ കേദാർനാഥ് മഹാദേവൻ്റെ സന്നിധിയിലേക്ക് എത്തി. ഒരു കാര്യം എന്തായാലും പറയണം കേട്ടോ, കാരണം ഞങ്ങൾ ഇത്രയും ടയേർഡായി യാത്ര ചെയ്ത് അല്ലെങ്കിൽ ട്രക്ക് ചെയ്ത് ഇതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയൊരു അനുഭവമുണ്ട്. അതായത് വളരെ റിലാക്സ്ഡ് ആയിരുന്നു. ഇത്ര നേരം യാത്ര ചെയ്തതിൻ്റെ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാം മറന്നുപോയി എന്നുള്ളതാണ്. അത്രയും പോസിറ്റീവായിട്ടുള്ള വൈബാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. ഞങ്ങൾ എത്തിയത് കറക്റ്റായിട്ട് ആരതിയുടെ സമയത്തായിരുന്നു. അതിൻ്റെ വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്.
ഈ സന്ധ്യാസമയത്ത് ക്ഷേത്രത്തിൻ്റെ ചുറ്റും മുഴങ്ങുന്ന മണിയുള്ള ശബ്ദം, അതുപോലെ ഈ ഭക്തരുടെ ഹർ ഹർ മഹാദേവ് വിളികളൊക്കെ വളരെ വല്ലാത്തൊരു വൈബായിരുന്നു. ഈ ചുറ്റും കാണുന്ന ദീപങ്ങളുടെ വെളിച്ചത്തിൽ ശരിക്കും പറഞ്ഞാൽ ആ ലൈറ്റൊക്കെ വന്നപ്പോൾ വല്ലാത്തൊരു ഭംഗിയായിരുന്നു കാണാനായിട്ട്. വൈകുന്നേരത്തെ ആരതി ഏകദേശം 6 മണി മുതൽ 7:30 വരെയാണ്. ഇത് ക്ഷേത്രം അടയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഉണ്ടാവും. അതായത് ഭക്തരുടെ തിരക്കനുസരിച്ചിട്ട് ചിലപ്പോൾ ടൈമിങ്ങിൽ ചേഞ്ചസ് ഉണ്ടാവും. എന്നാലും നോർമൽ 6 to 7:30 വരെയാണ് ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ ഈ നടക്കുന്ന ആരതി കഴിഞ്ഞാൽ പിന്നെ നട അടയ്ക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ദർശനം നടക്കില്ല. നാളെ രാവിലെ ഒന്ന് ഫ്രഷായി അമ്പലമൊക്കെ ഒന്ന് കറങ്ങി ദർശനമൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങാമെന്നാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. പുലർച്ചെയുള്ള ആരതി സമയം എന്ന് പറയുന്നത് 4 മണി മുതൽ 7 മണി വരെയാണ്. അപ്പോൾ ഈ സമയത്ത് മഹാഭിഷേകം മറ്റു പൂജയൊക്കെ ഉണ്ടാവും. പിന്നെ കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ സമയം, അതായത് ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ ഉണ്ടാവും. അത് കഴിഞ്ഞ് നട അടച്ചു കഴിഞ്ഞിട്ട് പിന്നെ 5 മണിക്ക് ശേഷം തുറക്കും. പിന്നെ ആരതി കഴിഞ്ഞ് 7:30 നട അടയ്ക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേദാർനാഥിൻ്റെ രാവിലത്തെ വിഷ്വൽസും അതുപോലെ ദർശനവും അത് കഴിഞ്ഞിട്ടുള്ള ബദ്രിനാഥ് യാത്രയും കാണാം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ സജഷൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ താങ്ക് യു സോ മച്ച്.